നമസ്കാരം. എനിക്ക് സംസാരിക്കാനുള്ളത് ഫാമിലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് മുഹമ്മദ് അബ്ദുസലാം. ജമൻ ജ്വല്ലറി മേഖലയിലാണ് സഫ ഗ്രൂപ്പ് മുഖ്യമായും അതിൻ്റെ പ്രവർത്തന മേഖല ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1990-ലാണ് സഫ ഗ്രൂപ്പിൻ്റെ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സഫ ഗ്രൂപ്പ് ജമൻ ജ്വല്ലറി മേഖലയിൽ ഏതാണ്ട് ഒരു 360 ഡിഗ്രിയിൽ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജമൻ ജ്വല്ലറി മേഖലയിൽ റീറ്റെയിൽ, അതിനകത്ത് സഫ ഗ്രൂപ്പ് ഏതാണ്ട് 14 സ്റ്റോറുകൾ സഫ ജ്വല്ലറി എന്ന ബ്രാൻഡിലും, ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, അതുപോലെ തന്നെ ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്നീ 3 പേരുകളിലായിട്ട് അതിൻ്റെ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഫ ഗ്രൂപ്പ് ഹോൾസെയിൽ മേഖലയിലും B2B, അതായത് ജ്വല്ലറികൾക്ക് ജ്വല്ലറി നിർമ്മിച്ച് നൽകുന്ന സംവിധാനം സഫ ഗ്രൂപ്പിൻ്റേതായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. നാട്ടിലും വിദേശത്തുമൊക്കെ ആയിട്ട് വളരെ ചിട്ടയാർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഭരണ നിർമ്മാണ മേഖലയിലും സഫ ഗ്രൂപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വലിയ ടെക്നോളജിയുടെ പിൻബലത്തോടു കൂടി ഗോൾഡ് ആഭരണങ്ങൾ മാത്രമല്ല ഡയമണ്ട് ആഭരണങ്ങളും നിർമ്മിച്ചു വരുന്നുണ്ട്. ഡയമണ്ടിൽ സഫ ഗ്രൂപ്പിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെ ഉണ്ട്. അത് മിയോ എന്ന പേരിൽ ഇന്ന് ലോകത്ത് പല ഭാഗങ്ങളിലും അതിൻ്റെ മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റീറ്റെയിൽ മേഖലയിലും ഹോൾസെയിൽ മേഖലയിലും ആഭരണ നിർമ്മാണ മേഖലയിലും പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സഫ ഗ്രൂപ്പ് ഏതാണ്ട് ഒരു ദശകം മുമ്പ് തുടക്കം കുറിച്ചാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജമൻ ജ്വല്ലറി മേഖലയിൽ ഒരു പഠിക്കാനുള്ള ഒരു സംവിധാനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന പേരിൽ IGJ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. ഇന്നത് ഈ മേഖലയിൽ, പ്രത്യേകിച്ചും ജമൻ ജ്വല്ലറി സെക്ടറിൽ ഒരു വലിയ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഉടനീളം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, സഫ ഗ്രൂപ്പ് ഇന്ന് 33ാമത്തെ വാർഷികം ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 പതിറ്റാണ്ടിനിടയിൽ ജമൻ ജ്വല്ലറി മേഖലയിലെ റീറ്റെയിൽ, ഹോൾസെയിൽ, മാനുഫാക്ചറിങ്, അതിൻ്റെ എഡ്യൂക്കേഷൻ, ഇങ്ങനെ വളരെ വൈവിധ്യമാർന്ന എല്ലാ മേഖലയിലും എന്ന് പറയാവുന്ന തരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് സഫ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഗ്രൂപ്പ് ഇവിടെ എനിക്ക് തന്ന നിർദ്ദേശം ഫാമിലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനാണ്. തീർച്ചയായിട്ടും സഫ ഗ്രൂപ്പ് ഒരു ഫാമിലി കൺസേൺ ആണ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 8 സഹോദരങ്ങളാണ്, 8 മക്കളാണ്. ഈ 8 പേരിൽ 7 ആണും ഒരു പെണ്ണും. അതിൽ ഈ 7 പേരും, ആണുങ്ങളിൽ 7 പേരും ഇന്ന് സഫ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു ഈ സംവിധാനം. തുടക്കത്തിൽ തുടങ്ങുന്നത് ഒരു റീറ്റെയിൽ സംവിധാനത്തിൽ, വളരെ ചെറിയ ഒരു സംവിധാനത്തിലാണ്, ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ താഴെ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയാണ് സഫ ഗ്രൂപ്പിൻ്റെ തുടക്കം. ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നാട്ടിലും വിദേശത്തുമൊക്കെ ആയിട്ട് ഏതാണ്ട് 1500 കോടി രൂപയുടെ ടേൺ ഓവറാണ്. ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതനുസരിച്ച് റീറ്റെയിൽ മേഖലയിലും എല്ലാം കൂടി ഏതാണ്ട് 600-ൽ പരം
പ്രവർത്തകന്മാർ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് സഫ ഗ്രൂപ്പിൻ്റെ കൂടെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വളരെ വലിയ തരത്തിലേക്ക് ഇതിനെ ചുവടുവെക്കാൻ കഴിഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് വന്ന് ഇന്ന് സഫ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വളരാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അതിനകത്തുള്ള ചില സവിശേഷതകൾ തന്നെയാണ്. ഈ ഫാമിലി ബിസിനസ്സിന് തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ബ്രദറാണ് യഥാർത്ഥത്തിൽ അതിന് തുടക്കമിട്ടത് റീറ്റെയിൽ മേഖല. പിന്നീട് ഓരോരുത്തരായിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരു കമ്പനിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ സഫ ഗ്രൂപ്പിൻ്റെ വളർച്ചയിൽ ഞാൻ കാണുന്ന ഒരു വലിയ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു റിഫോർമേഷനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിഷിപ്പിൽ നിന്നും ഒരു കമ്പനിയിലേക്കുള്ള, അതുതന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കമ്പനി ഫോർമേഷനിലേക്കുള്ള മാറ്റം. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് അതിൻ്റെ എക്സ്പാൻഷനാണ് പിന്നെ നടന്നത്. ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് റീറ്റെയിൽ മേഖലയിൽ ഉള്ള എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ആഭരണ നിർമ്മാണ ഫാക്ടറി തുടങ്ങിയത്, അത് സഫ ഗ്രൂപ്പിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കം, സാധാരണഗതിയിൽ ഒരു സാമ്പത്തികമായ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സാധാരണഗതിയിൽ ആരും മുന്നോട്ട് വെക്കാറില്ല. പക്ഷേ എന്തുകൊണ്ട് സഫ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ചുവട് വെച്ചു എന്ന് വെച്ചാൽ അത് സഫ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു സവിശേഷതയാണ്. എന്ന് പറഞ്ഞാൽ സഫ ഗ്രൂപ്പിൻ്റെ മോട്ടീവ് ഞാൻ വളരെ കൃത്യമായിട്ട് പലയിടത്തും പറയുന്നതാണ്, പണമുണ്ടാക്കുക എന്നുള്ളതല്ല. അത് അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. സഫ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ചില കോർ വാല്യൂസ്, ആ വാല്യൂസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഈ ഫാമിലി ബിസിനസ് എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ട്രസ്റ്റഡ് ഓർഗനൈസേഷൻ. സഫ ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന ആർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് അതിൻ്റെ ട്രസ്റ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അവിടെ യാതൊരു കോംപ്രമൈസും ചെയ്യില്ല. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി, പ്രവർത്തനത്തിലുള്ള അതിൻ്റെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ 1-ാം തീയതി മുതൽ തന്നെ അത് വളരെ ശക്തമായി നിഷ്കർഷിക്കേണ്ട കാര്യമാണ്. അതുതന്നെയാണ് അതിൻ്റെ വളർച്ചയിൽ വലിയൊരു ഘടകമായി വന്നിട്ടുള്ളത്. സമൂഹത്തിലൊരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരത്തിലുള്ള അതിൻ്റെ സവിശേഷമായിട്ടുള്ള അതിൻ്റെ ചില ക്യാരക്ടറുകളാണ്. ആ നിലക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാവരും വളരണം. എല്ലാവർക്കും ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഗുണം ലഭ്യമാകണം. അതിനകത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും വിജയിക്കണം. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതിൻ്റെ ഗുണം ലഭിക്കണം. ഇതാണ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. കുറച്ചും കൂടി വളരെ വിശദമായിട്ടങ്ങ് പറയുമ്പോൾ അതാത് നാട്ടിലെ ഗവൺമെൻറ്റുകൾ ഉണ്ടാവും, ഓർഗനൈസേഷനുകൾ ഉണ്ടാവും. ഇവരുടെയൊക്കെ തന്നെ മുമ്പിൽ ട്രസ്റ്റഡ് ആവുക എന്നുള്ളത്, വിശ്വാസ്യത നിലനിർത്തി പോവുക എന്നുള്ളത് സഫ ഗ്രൂപ്പ് എപ്പോഴും വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അക്കൗണ്ടബിൾ ആകുക എന്നുള്ളത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ GDP ഇതിൽ വലിയ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന മേഖലയാണ്. പ്രത്യേകിച്ച് പറയപ്പെടുന്നത് 7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജെം ആൻഡ് ജ്വല്ലറി സെക്ടറിൽ നിന്നാണ്.
ഇത്രയും വലിയ ഒരു സെക്ടർ, ആ സെക്ടറിൽ വളരെ കൃത്യമായിട്ട് വളരെ അക്കൗണ്ടബിളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സഫ ഗ്രൂപ്പ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ GST വകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ അതിന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകമായി പറയാനുള്ളത്, ഈ ഫാമിലി ബിസിനസ്സുകൾ അതിനകത്ത് ഒരുപാട് സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം IIM അഹമ്മദാബാദിൽ കോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവിടെ പോയി ആ കോഴ്സിന് ചേരുകയും അതിൽ നിന്ന് പ്രത്യേകമായിട്ട് തന്നെ ഈ ഫാമിലി ബിസിനസ്സുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ ഓർഗനൈസേഷനെ റീസ്ട്രക്ചർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിന് വലിയ അംഗീകാരവും കിട്ടി. ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ അതിന് ഒരു ഇൻ്റർനാഷണൽ ജേണലിൽ ഇന്ന് ഫാമിലി ബിസിനസ്സിനെ കുറിച്ചിട്ട്, അതും കേരളത്തിലെ ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സഫ ഗ്രൂപ്പിനെ കുറിച്ചാണ്. അത്രത്തോളം സയൻറ്റിഫിക്കായിട്ട് ഈ ഫാമിലി ബിസിനസ് സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കാൻ സഫ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. കണ്ടമാനം ഫാമിലി ബിസിനസ്സുകളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ GDPയിൽ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതാണ്ട് 60 മുതൽ 70% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫാമിലി ബിസിനസ്സുകളിൽ നിന്നാണ് പഠനം. ലോകത്തും തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ഫാമിലി ബിസിനസ്സുകളെ അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഏതാണ്ട് 30% എന്നാണ് പഠനം. ഒരു തേർഡ് ജനറേഷനിലേക്ക് പോകുന്നത് 10% മാത്രമേ ഉള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം പല സംരംഭങ്ങളും തുടങ്ങിയെടുത്ത് തന്നെ ഒടുങ്ങുന്നത്, അതിൽ ഫാമിലി ബിസിനസ്സുകളുണ്ട്, അല്ലാത്തതുണ്ട്. അത് ഒടുങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പഠിച്ച് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അതിനകത്ത് ഉള്ള സവിശേഷതകൾ, അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലുള്ള അറിവും പരിചയവും പരിജ്ഞാനവും എല്ലാം അതിലെ ഘടകങ്ങളാണ്. സഫ ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കി അത് ഒരു ഫാമിലി കൺസേണാണ്. ഈ ഫാമിലി ഓർഗനൈസേഷനുകളുടെ അതിനൊരുപാട് അനുകൂലമായ ഘടകങ്ങളുണ്ട്, തീർച്ചയായിട്ടും പ്രതികൂലമായ ഘടകങ്ങളുമുണ്ട്. അതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് അതൊരു ഫാമിലി ആണ് എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു ഫാമിലി കൺസേൺ ആയിക്കൊണ്ടാണ്. സാധാരണഗതിയിൽ ഫാമിലിയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ സഹോദരന്മാരാകുമ്പോൾ സാഹോദര്യം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അതിൻ്റെ എല്ലാ ക്വാളിറ്റിയിലും അത് വർക്ക് ചെയ്യും. ഒരു കൂട്ടായ്മ ഉണ്ടാവും. ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ്. അതുതന്നെ എല്ലാം പരസ്പരം അറിയുന്ന ആളുകൾ തമ്മിൽ കൂടിച്ചേരുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ശക്തിയാണ്. 7 എന്നുള്ളത് 70 അല്ല 70,000 എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ അതിൻ്റെ ശക്തി വളരെ വലുതാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ് സഫ ഗ്രൂപ്പിൻ്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിലുള്ള ആളുകൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, അതും ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് അത് എല്ലാവർക്കും, ഞാൻ പറയുന്നത് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അധികം ആളുകളും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സംരംഭകൻ എന്നുള്ള നിലക്ക് ഞാനെപ്പോഴും സാധ്യതകളെക്കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെല്ലുവിളികളെക്കുറിച്ചും പഠിക്കും. നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളതും പഠിക്കും. ഇതിനകത്ത് നമ്മുടെ ഒരു സ്ട്രെങ്ത്തും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫാമിലി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് നന്നായിട്ട് വർക്കാവുന്ന ഒരു എലമെൻ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സാധ്യത മനസ്സിലാക്കി പഠിച്ച് വിലയിരുത്തി നന്നായി പഠിച്ച്
അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഫാമിലി ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. ഓരോരുത്തരായിട്ട് വന്ന് ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നും എല്ലാവരും ഡയറക്ടർമാരാണ്, പക്ഷേ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വേർതിരിച്ച് തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച്. നിങ്ങൾക്കറിയാലോ, എല്ലാവരും ഒരേപോലെ കഴിവുള്ളവരായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ കഴിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേസമയത്ത് എല്ലാവരിലും കഴിവുകളുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രകൃതി. നമുക്കറിയാം, മനുഷ്യർ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉള്ള ആളുകളാണ്. പലതരം ഇൻ്റലിജൻസ് ഉള്ള ആളുകളാണെന്നാണ് അതിൻ്റെ സയൻസ്. എന്ന് പറഞ്ഞാൽ 9 തരം ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് മനുഷ്യരെ മൊത്തത്തിൽ. അതിനകത്ത് ഏതിലാണ് ഓരോരുത്തരും ഡൊമിനേറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ അവർക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റും. അതിൽ അവർ കരിയർ രൂപപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷൻ, അവരുടെ ആ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ, അതിനകത്തേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സയൻസ് കൃത്യമായിട്ട് സഫ ഗ്രൂപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഓരോരുത്തരുടെയും കഴിവ്, അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പല ടൂളുകളുണ്ട്. അപ്പോൾ ആ നിലക്കെല്ലാം ഉപയോഗിച്ചിട്ട് ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സഫ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ഒരു തിരിച്ചറിവ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയാം. അതോടൊപ്പം തന്നെ വെറും ഒരു ഫാമിലി മെമ്പേഴ്സിന് ഒരു ഘട്ടം വരെ 7 പേർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ചെറിയ രൂപത്തിൽ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും ഏത് ഇൻഡസ്ട്രി. പക്ഷേ അതേ സമയത്ത് ഇതിനെ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്തേക്ക് ഒരുപാട് ഘടകങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. എനിക്കറിയാലോ, അതിനെ സ്ട്രക്ചർ ചെയ്യേണ്ടി വരും. റീസ്ട്രക്ചർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും ഓരോ സന്ദർഭങ്ങളിലും. അപ്പോൾ അതിനകത്ത് ഈ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ഓൺട്രപ്രണർ അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ ഫിനാൻസ്, അതുപോലെ തന്നെ അതിൻ്റെ HR, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരൊറ്റ വ്യക്തി ചെയ്യേണ്ടി വരും. പക്ഷെ അത് അവിടുന്ന് അങ്ങോട്ട് വിട്ട് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരോ ആംസ് അല്ലെങ്കിൽ ഓരോരോ സംവിധാനങ്ങൾ അതിന് പ്രത്യേകമായിട്ട് വേണ്ടി വരും. സഫ ഗ്രൂപ്പും അങ്ങനെ തന്നെയാണ്. അത് വളർന്ന് വന്നപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ തന്നെയും മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് അടിക്കടി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച്, മാറ്റത്തിനനുസരിച്ച്, ഡൈവേഴ്സിഫിക്കേഷൻ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ സംവിധാനങ്ങൾ അതിന് വേണ്ടി ഒരുക്കും. അങ്ങനെയാണ് സഫ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാർക്ക് പുറത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു ടീം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ താഴെ ലെയറിൽ ഒരു ശക്തമായ ഒരു മാനേജ്മെൻറ്റ് ടീമുണ്ട്. ഈ മാനേജ്മെൻറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറയാം, ലോകത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആളുകളെ തന്നെ കണ്ടെത്തി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ, ഈ മാർക്കറ്റിനെ പഠിച്ച് ഈ മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെ തന്നെ കണ്ടെത്തും. നാട്ടിലും വിദേശത്തൊക്കെ തന്നെ നമ്മൾ അങ്ങനെയുള്ള ടീമിനെ ഇതിൻ്റെ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇന്ന് സഫ ഗ്രൂപ്പിന് വലിയൊരു പ്രൊഫഷണൽ ടീമുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വളർച്ചയ്ക്ക് മാത്രമല്ല, ഇതിൻ്റെ നടത്തിപ്പിൽ, ഇതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളിൽ എല്ലാം ഇന്ന് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ നേരെയുള്ള പ്രൊഫഷണൽ ടീമാണ്. ഈ ടീമിൻ്റെ വർക്ക് അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഡയറക്ടർ ബോർഡുമായിട്ട് വളരെ ക്ലോസ്ലി അന്വയിച്ച് നിൽക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമാണ്. ഞാൻ ഈ ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. സഫ ഗ്രൂപ്പിനകത്ത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം വളരെ ശക്തമായിട്ട് ഉണ്ട്. ഒരു കാര്യവും അറിയേണ്ടവർ അറിയാത്തതായിട്ടില്ല. അറിയേണ്ടത് എല്ലാവരും അറിയും. അതിനുള്ളൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മളതിൻ്റെ സംവിധാനം, ഞാൻ ഇൻട്രാനെറ്റ് പോലെ ഞങ്ങൾ ഇൻ്റർണൽ കമ്മ്യൂണിക്കേഷന് ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് യഥാസമയങ്ങളിൽ ഞങ്ങളുടെ ഓപ്പറേഷൻസിനെ വലിയ അളവിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കുക, അവരുടെ അപ്രൂവൽ എടുക്കുക, ഇതാണ് ആ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഒരു തീരുമാനം നടപ്പിലാക്കാൻ വൈകില്ല. അത് ഇൻ ടൈം അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഓർഗനൈസേഷനകത്ത്, പല രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനകത്ത്
ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ വർക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത്. ഏത് കാര്യവും അക്കൗണ്ടബിൾ ആകുക എന്നുള്ളത് നമുക്കറിയാം. അത് പല നിലക്കും അത് വളരെ അനിവാര്യമാണ്. ഏത് ഓർഗനൈസേഷനകത്തും വേണ്ടതാണ്. ഫാമിലി ഓർഗനൈസേഷനകത്ത് തീർച്ചയായിട്ടും വേണ്ടതാണ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഈ നിലക്കുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനവും ടെക്നോളജിയും സിസ്റ്റവും ടീമും എല്ലാം ഇതിനകത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് സഫ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫാമിലി ബിസിനസ്സിനകത്ത് തീർച്ചയായിട്ടും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇത് വലിയൊരു ഘടകം. അതോടൊപ്പം തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയറക്ടർമാരാണെങ്കിലും ഞങ്ങൾ ട്രെയിനിങ്ങിന് ഇരിക്കാറുണ്ട്. ഞങ്ങൾ ടീമിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് തന്നെ യഥാസമയങ്ങളിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ടാവും. അതല്ലാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള ട്രെയിനിങ് ഇങ്ങനെ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് തയ്യാറായി ഇരിക്കാറുണ്ട്. അതിന് സമയം കണ്ടെത്താറുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അപ്ഡേറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ അറിവ് നേടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ, ടെക്നോളജിക്ക് വലിയ അളവിൽ സ്വാധീനം ചെലുത്തി വരുന്ന കാലഘട്ടത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സഫ ഗ്രൂപ്പ് അതിന് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ കൺസൾട്ടൻറ്റിനെ വെച്ചിട്ട് ഓരോരോ സബ്ജക്റ്റ് വെച്ചിട്ട് പ്രത്യേകമായിട്ട് തന്നെ ഞങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓരോരോ കാര്യങ്ങളും അതിനകത്ത് ഡയറക്ടർമാരും ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ എവിടെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ടെങ്കിലും, അത് എക്സിബിഷനാണെങ്കിലും അതല്ലാത്ത ഗാദറിംഗ് ആണെങ്കിലും അതിനകത്തൊക്കെ ഞങ്ങൾ ഇൻവോൾവ് ആകാറുണ്ട്. അതിനകത്ത് പങ്കെടുക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ഓരോരോ വിഷയങ്ങൾ പഠിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, IIM അഹമ്മദാബാദിൽ ഞാൻ തന്നെ പേഴ്സണലി പോയിട്ട് പല കോഴ്സുകളും, ഈ ഫാമിലി ബിസിനസ്സിനെ കുറിച്ചുള്ള കോഴ്സ് മാത്രമല്ല അല്ലാത്ത കോഴ്സുകളിലും പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായ ആ പഠനത്തിൻ്റെ നൈരന്തര്യം അത് ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിൽ മാത്രമല്ല, ഞങ്ങളുടെ താഴെ ലെയറിലുള്ള എല്ലാവരും ബോട്ടം ടു ടോപ്പ് അത് ഇനി വിധേയരാകുന്നുണ്ട്. പഠിക്കാൻ അതിൻ്റെ ട്രെയിനിങ്ങിന് അവർ വിധേയരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാലാനുസൃതമായിട്ട് മാറാൻ, മുന്നോട്ട് പോകാൻ, ചുവട് വെക്കാൻ നമുക്ക് കഴിയുന്നത് ആ ഒരു കൾച്ചറാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ അടുത്ത ജനറേഷന് ഇതിനെ മാറ്റുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഫാമിലി ബിസിനസ്സിനകത്തുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് മാറ്റുക എന്നുള്ള റിസ്ക്കാണ്. അത് എല്ലാവർക്കും, പലരും അവിടെ അടിതെറ്റി വീഴുന്നുണ്ട്. പല സ്ഥാപനങ്ങളും ഫാമിലി ബിസിനസ്സുകൾ തന്നെ അതിനകത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇടറി വീഴുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിനകത്ത് പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതാണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് 30% മാത്രമാണ്. അടുത്തൊരു മൂന്നാമത്തെ ജനറേഷനിലേക്ക് പോകുന്നത് 10%. ഞാൻ ഇന്ത്യയിലൊരു കണക്കിൻ്റെ അടുത്ത് വന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തുടങ്ങിയത് ഇടയ്ക്ക് ഒടുങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയാത്തതാണ്. അത് അടുത്ത ജനറേഷനെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അവരെ അറ്റ് ദ ഏർലിയസ്റ്റ്, ഏറ്റവും നേരത്തെ അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും അവരുമായിട്ട് ഇൻട്രാക്ട്, പ്രത്യേകിച്ച് ഈ തലമുറകളാകുമ്പോൾ ആ ജനറേഷൻ്റെ ഗ്യാപ്പ് അതൊരു യാഥാർത്ഥ്യമാണ്. ഈ പഴയ തലമുറയും പുതിയ തലമുറയും ഇതിനെ സ്ട്രീം ലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ സഫ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്ത തലമുറയിലും കഴിവുള്ള ഇതിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ആളുകളെ തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സഫ ഗ്രൂപ്പിൻ്റെ വലിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ പലതും അതിൻ്റെ ചുമതലയുള്ളവർ വളരെ പ്രൊഫഷണലായിട്ടുള്ള അതിൻ്റെ അടുത്ത തലമുറയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള ഈ ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരവുമായിട്ടാണ് സഫ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ബിസിനസ് ഒരു സാധ്യതയാണ്. ആ സാധ്യതകൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ നാടിൻ്റെ വ്യവസായ മേഖലയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാവും
എന്നുള്ള എളിയ നിർദ്ദേശം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.